ഹൈ ഫ്രണ്ട്സ്. നമ്മൾ മാത്സിൻ്റെ റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിൽ 3-ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് 10-20ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. നമ്മൾ ഓരോ ടോപ്പിക് എടുത്തിട്ട് അതിലെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ട്സും ഒക്കെ നമ്മൾ മാക്സിമം പറഞ്ഞു പോയി. നമുക്കറിയാം, ഇപ്പോൾ ടൈം വർക്ക് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ആണെങ്കിൽ അതിനകത്ത് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ അതിലിപ്പോൾ 1-2 ടൈപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ അതിൻ്റെ മാക്സിമം ഒരു 30 ദിവസം കൊണ്ട് പല ടോപ്പിക്കുകളിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ടൈപ്പ് നമ്മൾ കവർ ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പോൾ കാണുന്ന എല്ലാവരും ഡേ 1 തൊട്ട് ഡേ 30 വരെ, അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. യെസ്, ഇതൊരു ബോട്ട് ആൻഡ് സ്ട്രീംസിലെ ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. എ ബോട്ട് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 55 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 5 hours. While it take 11 hours to cover the same distance upstream, what is the speed of the boat? ഇപ്പോൾ ബോട്ടിൻ്റെ സ്പീഡാണ് വേണ്ടുന്നത്. നമ്മൾ ഈ ബോട്ട് ആൻഡ് സ്ട്രീംസിനകത്ത് 2 ഇക്വേഷൻ പഠിക്കുന്നില്ലേ, ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാനും അതുപോലെ സ്ട്രീമിൻ്റെ റിവറിൻ്റെ സ്പീഡൊക്കെ കണ്ടുപിടിക്കാനും. ഇപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടത്? ഡൗൺ സ്ട്രീം സ്പീഡും അപ്പ് സ്ട്രീം സ്പീഡും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കണം. ഇനി സ്ട്രീമിൻ്റെ ആണ് റിവറിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നെങ്കിലോ, ഡൗൺ സ്ട്രീം സ്പീഡിൽ നിന്ന് അപ്പ് സ്ട്രീം കുറച്ചിട്ട് പകുതി എടുക്കണം. സോ ഈ 2 ഇക്വേഷൻ അല്ലേ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ബോട്ടിൻ്റെ സ്പീഡാണ്. സോ നമുക്ക് ഡൗൺ സ്ട്രീമും വേണം, അപ്പ് സ്ട്രീം സ്പീഡും വേണം. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം, ഡൗൺ സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാം. ക്വസ്റ്റിന് തന്നിട്ടുണ്ടല്ലോ, 55 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പോകാൻ 5 മണിക്കൂർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സ്പീഡെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ 55 കിലോമീറ്റർ പോകാൻ 5 മണിക്കൂർ. ഇപ്പോൾ എത്ര ഡൗൺ സ്ട്രീം സ്പീഡ് വന്നത്? 11 km/h അല്ലേ. ഇനി അപ്പ് സ്ട്രീം സ്പീഡ് ആണെങ്കിലോ സെയിം ഡിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 55 കിലോമീറ്റർ തന്നെ പോകാൻ 11 മണിക്കൂർ എടുക്കും എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം ആകുമ്പോൾ, അപ്പ് സ്ട്രീം ആകുമ്പോൾ. അപ്പോൾ 55/11, ആൻസർ 5 km/h. അപ്പോൾ നമുക്ക് കിട്ടി, രണ്ടും കിട്ടി. ഇനി ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് വേണ്ടുന്ന ബോട്ടിൻ്റെ സ്പീഡ് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കണം. അപ്പോൾ 11 × 5 16/2 8 km/h. നമ്മുടെ ഓപ്ഷൻ എ. സപ്പോസ് ഇനി കറണ്ടിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നെങ്കിലോ, കറണ്ടിൻ്റെ സ്പീഡാണ് ചോദിച്ചിരിക്കുന്നെങ്കിലോ, ഇത് രണ്ടും കൂടെ കുറയ്ക്കണം അല്ലേ. അപ്പോൾ 11 - 5 6/2 3 km/h എന്ന് വരും. ഓക്കെ, അത് നോക്കിയിട്ട് ചെയ്യാം. എളുപ്പമല്ലേ ഇത്? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതൊരു പാർട്ണർഷിപ്പിലെ ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. A, B and C invested money in a business such that 2 times A share, 4 times B share and 6 times C share are equal. Okay, if they earned 44,000, find the share of A. Okay, ഇവിടെ പറയുന്നുണ്ട് 2 times A share ആർക്ക് തുല്യമാണെന്ന് പറയുന്നുണ്ട്, 4 times B share എന്ന് പറയുന്നില്ലേ, അത് ആർക്ക് തുല്യമാണെന്ന് പറയുന്നുണ്ട്, 6 times C share എന്ന് പറയുന്നില്ലേ. ഓക്കെ, ഇത് നമുക്ക് എന്തെഴുതാം? A:B:C റേഷ്യോ എടുത്തൂടെ? A:B:C. അപ്പോൾ എയുടെ റേഷ്യോ കണ്ടുപിടിക്കാൻ എ ഒഴിച്ചിട്ടുള്ള ബാക്കി 2 പേരുടെ, ഇപ്പോൾ ബിയുടെയും സിയുടെയും കൂടെ കിടക്കുന്നവരെ ഗുണിച്ചെഴുതിയാൽ മതി. അപ്പോൾ 4 × 6 24. ഇനി ബിയുടെ വേണമെങ്കിലോ, ബി ഒഴിച്ചിട്ടുള്ളത് എയുടെയും സിയുടെയും കൂടെ ഗുണിച്ചെഴുതിയാൽ മതി. അപ്പോൾ 2 × 6 12. ഇനി സിയുടെ ആണെങ്കിലോ എയുടെയും ബിയുടെയും കൂടെ കിടക്കുന്നത്. അപ്പോൾ 2 × 4 8. അപ്പം നമുക്ക് കട്ട് ചെയ്യാം, 4 വെച്ച് കട്ട് ചെയ്യാം. 6 3 2 അല്ലേ. 4 വെച്ച് കട്ട് ചെയ്തപ്പം 6:3:2 എന്ന് വന്ന്. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ കട്ട് ചെയ്ത് എഴുതാം കേട്ടോ. ഇവിടുന്ന് കട്ട് ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും, 6:3:2 എന്നുള്ള റേഷ്യോ തന്നെ കിട്ടും. അപ്പോൾ ഇവർ മുഴുവനും 3 പേരും കൂടെ ഏൺ ചെയ്യുന്നത് തന്നിട്ടുണ്ടല്ലോ, 44,000. അതായത് 6 3 9 2 11. ആ 11 റേഷ്യോ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എത്രയാ? 44,000. അവിടുന്ന് 1 റേഷ്യോ കിട്ടി, 4,000. ചോദിച്ചിരിക്കുന്നത് ഷെയർ ഓഫ് എ. എയുടെ ഷെയർ 6 റേഷ്യോ അല്ലേ. അപ്പോൾ 6 × 4 24,000 രൂപ. ഓപ്ഷൻ സി. എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എഴുതുക, അതിൽ നിന്നും നമ്മൾ ആ റേഷ്യോ എഴുതാൻ പഠിക്കുക. ഓക്കെ, നമ്മൾ ഈ 2:4:6 അല്ല റേഷ്യോ, നമ്മൾ അതിനെ ഈ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ട് അതിൽ നിന്ന് റേഷ്യോ എഴുതാൻ പഠിക്കുക. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കൺസെപ്റ്റ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റ്യൻ ആണ്, നോക്കാം നമുക്ക്. ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഇസ് ഡബിൾഡ്, then its loss percentage is converted into equal profit percentage. The loss percentage on the article. ഓക്കെ, ഞാനിതൊരു ഓപ്ഷനിൽ നിന്ന് എടുത്ത് എങ്ങനെ ചെയ്യുമെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ നോക്കുമ്പോൾ ആദ്യം നമ്മൾ പിക്ക് ചെയ്യുന്നത് ഏതായിരിക്കും? 33 1/3 അല്ലേ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 33 1/3% ഫ്രാക്ഷനിലോട്ട് മാറ്റുമ്പോൾ 1/3 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോസ് പെർസെൻറ്റേജ് ആണ് നമ്മൾ ഓപ്ഷനിൽ നിന്ന് എടുത്തത്.
ഇപ്പോൾ ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, CP/SP റേഷ്യോ എഴുതുമ്പോൾ CP 3 ആണെങ്കിൽ 1 രൂപ ലോസ്, 1 രൂപ നഷ്ടം വന്നു കഴിഞ്ഞാൽ SP എത്ര വരും, 2 രൂപ വരും. അതല്ലേ ലോസ് പെർസെൻറ്റേജിന് അർത്ഥം. 1/3 ആണ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപ 3 രൂപയാണ് CP എങ്കിൽ 1 രൂപ കുറച്ച് 2 രൂപയായിരിക്കും സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ഇനി ഇത് ഇവിടെ പറയുന്ന കണ്ടീഷൻ, ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഇസ് ഡബിൾഡ്. അപ്പോൾ ഇത് 2 രൂപയെന്ന് പറയുന്നത് ആദ്യത്തെ സെല്ലിംഗ് പ്രൈസാണ്, S1 എന്ന് വിളിച്ചോ. അപ്പോൾ ഇപ്പോൾ അത് എത്രയായി, ഡബിളായി, അപ്പം 4 ആയി. ഇപ്പോഴത്തെ S2 എന്ന് വിളിച്ചോ. ഇപ്പോൾ അത് 4 ആയപ്പോൾ പറയുന്നത് ദെൻ ഇറ്റ്സ് ലോസ് പെർസെൻറ്റേജ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഈക്വൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഇപ്പം നേരത്തെ 1/3 ലോസ് അല്ലായിരുന്നോ, ഇപ്പോൾ എന്ത് മാറ്റമാണ് സംഭവിച്ചത്, ഇപ്പോഴത്തെ കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിലോട്ട് 3 രൂപയായിരുന്ന സാധനം എത്ര രൂപയായി, നേരത്തെ 2 ആയിരുന്നത് ഇപ്പം 4 ആയില്ലേ. അപ്പം 3 രൂപയായിരുന്നത് 4 രൂപയായി. അപ്പം എത്ര കൂടിയത്, 1/3 ഇവിടെ പ്രോഫിറ്റ്. കറക്റ്റായില്ലേ നമ്മുടെ കണ്ടീഷൻ. നമ്മൾ 1/3 എടുത്തപ്പോൾ നമ്മുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ. സോ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇതിനകത്ത് ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. നമ്മൾ 1/3 ആയിട്ട് എടുത്ത്, നമ്മുടെ ലോസ് പെർസെൻറ്റേജ് 1/3 ആയിട്ട് എടുത്ത്, 1/3 ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രൂപയുടെ സാധനം 2 രൂപയ്ക്ക് കൊടുക്കണമെന്നാണ് അർത്ഥം. അപ്പോൾ ഈ 2 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന സാധനം ഇനി തൊട്ട് 4 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പം 2 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന സാധനം 4 രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എത്ര ലാഭം കിട്ടിയത്, CP എപ്പോഴും എത്ര തന്നെയാണ്, 3 രൂപ തന്നെയല്ലേ. അപ്പോൾ 3 രൂപയുടെ സാധനം 4 രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ലാഭം 1/3 നമ്മുടെ ആൻസർ. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയി കാണും. ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടെ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതൊരു റേസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ഇൻ എ സർക്കുലർ റേസ് ഓഫ് 840 meter, A and B start running at the same direction from the same point at the speed of 6 meter per second and 12 meter per second. How much time will they meet each other? ഓക്കെ, ഒരു സർക്കുലർ റേസ് ഉണ്ട്, 840 meter ആണ് മൊത്തം. അതിൽ രണ്ടുപേരും സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് എടുക്കാം. ഒരാൾ 6 meter per second പോകുന്നു, ഒരാൾ 12 meter per second പോകുന്നു. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി ഇവരെപ്പോൾ മീറ്റ് ചെയ്യുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ടൈം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിച്ചാൽ പോരെ. ഡിസ്റ്റൻസ് ഇവിടെ എത്ര പറയുന്നത്, 840 meter. റിലേറ്റീവ് സ്പീഡ് എന്താ വരും, സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ റിലേറ്റീവ് സ്പീഡ് ഇവർ രണ്ടുപേരുടെയും കൂടെ സ്പീഡ് കുറയ്ക്കണം അല്ലേ. സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ രണ്ടുപേരുടെയും കൂടെ സ്പീഡ് S2 - S1 കുറയ്ക്കണം. ഇനി ഓപ്പോസിറ്റ് ആണ് പോകുന്നതെങ്കിലോ രണ്ടുപേരുടെയും കൂടെ സ്പീഡ് കൂട്ടണം. ഇതാണ് റിലേറ്റീവ് സ്പീഡിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എന്ത് വരും ഇവിടുത്തെ റിലേറ്റീവ് സ്പീഡ്, സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് രണ്ടുപേരെയും കൂടെ സ്പീഡ് കുറയ്ക്കണം. അപ്പോൾ 12 meter per second 6 meter per second കുറയ്ക്കുമ്പോൾ 6. അപ്പം 840/6 140 സെക്കൻഡ് എന്ന് വരും. സോ നമ്മുടെ ഓപ്ഷൻ A ആണ് ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. If in circle a chord of length 14 cm is at a distance of 24 cm from its center, then the length of the radius. ഓക്കെ, ഒരു സർക്കിൾ ഉണ്ട്, ഇതതിൻ്റെ കോഡാണ്. കോഡിൻ്റെ ലെന്ത് തന്നിരിക്കുന്നത് 14 cm. ഓക്കെ, സെൻറ്ററിൽ നിന്ന് ആ കോഡിലോട്ടുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടല്ലോ 24 cm. അപ്പോൾ ഈ കോഡ് മുഴുവൻ 14 cm ആണെങ്കിൽ ഈ ലൈൻ ഈ കോഡിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യത്തില്ലേ. അപ്പോൾ എന്ത് വരും, ഇവിടെ 7 വരും. മൊത്തത്തിൽ 14 ആകുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് 7 വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ റേഡിയസിൻ്റെ നീളമല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വന്നില്ലേ. അപ്പോൾ ഈ 7 24 കാണുമ്പോഴേ നമുക്ക് റേഡിയസ് എത്രയാണെന്ന് മനസ്സിലാവും, 25. റിപ്ലറ്റ് അല്ലേ 7 24 25. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, 7ൻ്റെ സ്ക്വയർ പ്ലസ് 24ൻ്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 25ൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് 25 കിട്ടും. അപ്പോൾ ബേസിക് ആയിട്ട് കുറച്ച് ട്രിപ്ലറ്റ്സ് നമ്മൾ പഠിച്ച് വെക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 4 5 എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ പല ക്വസ്റ്റ്യൻസിലും 6 8 10 എന്ന് വരാറുണ്ട്. ഇതിൻ്റെ 2 times അങ്ങനെ വരാറുണ്ട്. അതുപോലെ 5 12 13, അതുപോലെ 7 24 25, 8 15 17, ഓക്കെ 16 63 65. സോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ട്രിപ്ലറ്റ്സ് ആണ്. ഇതൊക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം നമുക്ക് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഒരുപാടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ടൈമർ മാർക്കിലെ ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണെന്ന് നോക്കാം. 20 workers finish a piece of work in 30 days. After how many days should 5 workers leave the job so that the work is completed in 35 days? ഓക്കെ, അവർ ആദ്യം പറയുന്നത് 20 workers 30 ദിവസം കൊണ്ടൊരു പണി തീർക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 20 workers 30 ദിവസം കൊണ്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ 600 ഇവിടുത്തെ ടോട്ടൽ വർക്ക്. അപ്പോൾ ഈ ജോലി കറക്റ്റായിട്ട് 20 പേരും വന്നായിരുന്നെങ്കിൽ 30 ദിവസം കൊണ്ട് ഈ വർക്ക് തീർന്നേനെ.
പക്ഷേ ഇവിടെ പറയുന്നത് എന്താ, 5 വർക്കേഴ്സ് ഇടയ്ക്ക് വെച്ച് നിർത്തി പോകുന്നുണ്ട്. ഒരു എക്സ് ദിവസം, നമുക്ക് എക്സ് എന്ന് വിളിക്കാം, എക്സ് ദിവസം കറക്റ്റായിട്ട് 20 പേരും വന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, 5 പേര് പിന്നെ വന്നില്ല. അപ്പം ബാക്കി എത്ര പേരെ പണിയെടുക്കുന്നുള്ളൂ, 15 പേരല്ല പണിയെടുക്കുന്നുള്ളൂ. അപ്പം മൊത്തം 20 പേരാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പം 20 പേരും കറക്റ്റായിട്ട് എക്സ് ദിവസം പണിയെടുത്ത്. അത് കഴിഞ്ഞപ്പം 5 പേര് നിർത്തി. അപ്പോൾ ബാക്കി 15 പേരേ ഉള്ളൂ. അവരെത്ര ദിവസം കൂടെ പണിയെടുക്കും? അങ്ങനെയാണെങ്കിൽ ഈ വർക്ക് മുഴുവൻ 35 ദിവസം കൊണ്ടാണ് തീരുന്നതെന്നാണ് പറയുന്നത്. ഓൾറെഡി എക്സ് ദിവസം കഴിഞ്ഞല്ലോ. അപ്പോൾ 35-ൽ നിന്ന് എക്സ് കുറയ്ക്കുന്ന ഇത്രയും ദിവസം കൂടെ ഈ 15 പേര് പണിയെടുക്കണം. ഈ സ്റ്റെപ്പ് എഴുതിയ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? മുഴുവൻ വർക്ക് 600 വർക്കാണ്. ഓക്കെ, 20 വർക്കേഴ്സ് 30 ദിവസം കൊണ്ട് ചെയ്യുന്ന 600 ടോട്ടൽ വർക്ക്. അത് നമ്മൾ ഈ 600 കണ്ടുപിടിച്ച്. ഇനി ഈ 600 വർക്ക് എങ്ങനെയാണ് തീരാൻ പോകുന്നത്? കറക്റ്റായിട്ട് 20x30 തീരാൻ പോകുന്നത്? അല്ല, 20 വർക്കേഴ്സ് എക്സ് ദിവസം പണിയെടുത്ത് ബാക്കി വർക്ക് ചെയ്യാൻ 15 പേരേ ഉള്ളൂ. 15 പേര് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 35-ൽ നിന്നും ഈ എക്സ് കുറച്ചിട്ടുള്ള ദിവസം കൂടെ എടുക്കും. ആ സ്റ്റെപ്പ് എഴുതിയാൽ ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ നമുക്കിത് പല രീതിയിൽ സോൾവ് ചെയ്യാം. വേണമെങ്കിൽ ഇങ്ങനെ തന്നിട്ട് സോൾവ് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഓപ്ഷനിൽ നിന്ന് നമുക്ക് എടുത്ത് നോക്കാം. കാരണം എക്സിൻ്റെ വാല്യൂ അല്ലേ ഓപ്ഷനിൽ തന്നേക്കുന്നത്. ഇപ്പോൾ 600 ഈസിക്കൽ നമുക്ക് ഈ എക്സിന് ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാം, 15 കൊടുക്കാം. 15 × 2 300. ഇവിടെ 15 കൊടുക്കുമ്പോൾ, എക്സിന് 15 കൊടുക്കുമ്പോൾ എന്ത് വരും? 35 - 15 20 വരും. അപ്പോൾ 20 × 15 300 കിട്ടി. ഓപ്ഷൻ എ തന്നെ സാറ്റിസ്ഫൈ ആയി. ഇപ്പോൾ എളുപ്പം ഓപ്ഷനിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നതല്ലേ എളുപ്പം. ഈ സ്റ്റെപ്പ് എഴുതിയതിനകത്ത് ആർക്കും കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് ഓപ്ഷനിൽ നിന്ന് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതും എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഇതുപോലൊരു ടൈപ്പ് കഴിഞ്ഞ ക്ലാസ് ചെയ്തായിരുന്നു. നോക്കിയാലോ. എ ബോയ് ക്യാൻ ഫിൽ 4 liters വാട്ടർ ഇൻ 3 minutes ആൻഡ് എ ഗേൾ ക്യാൻ ഫിൽ 3 liters വാട്ടർ ഇൻ 4 minutes. ഇൻ വാട്ട് ടൈം ദേ ഫിൽ 100 liters വാട്ടർ? ഓക്കെ, ഇവിടെ ബോയ് എന്താ ചെയ്യുന്നത്? ബോയ് 3 മിനിറ്റ് കൊണ്ട് 4 ലിറ്റർ ഫില്ല് ചെയ്യുന്നുണ്ട്. ഗേൾ ആണെങ്കിലോ 4 മിനിറ്റ് കൊണ്ട് 3 ലിറ്റർ ഫില്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ 100 ലിറ്റർ വെള്ളം എത്ര സമയം കൊണ്ട് ഫില്ല് ചെയ്യുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചെയ്ത് ഓർമ്മയുണ്ട്, ഒരു സൂസൻ്റെയും മേരിയുടെയും. അപ്പം നമ്മൾ അവിടെ ചെയ്തത് 2 പേരെ നമ്മൾ 1 മിനിറ്റിലോട്ട് കൊണ്ടുവന്നത്. 1 മിനിറ്റ് അവരെത്ര വർക്ക് ചെയ്തു എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു. കണ്ടില്ലേ, ഇവിടെ സൂസൻ ചെയ്തത് 6 മിനിറ്റ് കൊണ്ട് 12 പേജ് ടൈപ്പ് ചെയ്യുന്നതായിരുന്നു. മേരി 12 മിനിറ്റ് കൊണ്ട് 6 പേജ് ടൈപ്പ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചത് 1 മിനിറ്റ് കൊണ്ട് അവരെത്ര പേജ് ടൈപ്പ് ചെയ്യുമെന്ന് കണ്ടുപിടിച്ചു. ഇപ്പോൾ 2 പേരും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ 1 മിനിറ്റ് കൊണ്ട് 2.5 പേജ് തീർന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ നമുക്കിതിനെ 1 മിനിറ്റ് ആക്കാം. അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ വരത്തില്ലേ, 4/3 എന്നും ഇവിടെ 3/4 എന്നും വരത്തില്ലേ. അപ്പം ഞാനിവിടെ ഫ്രാക്ഷൻ വരാതിരിക്കാൻ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സമയത്തെ സെയിം ആക്കിയാൽ മതിയല്ലോ നമുക്ക്. അപ്പോൾ നമുക്ക് ഈ സമയത്തെ 1 മിനിറ്റ് ആക്കുന്നതിന് പകരം ഈ 4-ൻ്റെയും 3-ൻ്റെയും LCM ആയിട്ടുള്ള 12 മിനിറ്റ് ആക്കിയാൽ അതല്ലേ എളുപ്പം അല്ലേ? 12 മിനിറ്റ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് മുഴുവൻ നമ്മൾ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. ഈ രണ്ടാമത്തെ ഗേളിൻ്റെ മുഴുവൻ നമ്മളൊരു 3 കൊണ്ട് ഗുണിച്ചാൽ പോരെ? നോക്കാം നമുക്ക് എങ്ങനെ വരുമെന്ന്. ഇപ്പോൾ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 × 3 12. 12 മിനിറ്റ് കൊണ്ട് 4 × 4 16 ലിറ്റർ ഫില്ലാവും. ഇനി ഗേളിൻ്റെ ആണെങ്കിലോ 4 × 3 12 മിനിറ്റ് കൊണ്ട് എത്ര ലിറ്റർ? 3 × 3 9 ലിറ്റർ ഫില്ലാവും. അപ്പോൾ ഇനി 2 പേരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ അവിടെ ആ കേസിൽ നമ്മൾ 1 മിനിറ്റ് കൊണ്ട് 2 പേജ്, 1 മിനിറ്റ് കൊണ്ട് അര പേജ് എന്ന് ചെയ്തതിന് പകരം ഇവിടെ നമ്മൾ 12 മിനിറ്റ് കൊണ്ട് 16 ലിറ്റർ, അതുപോലെ 12 മിനിറ്റ് കൊണ്ട് 9 ലിറ്റർ എന്ന് കണ്ടുപിടിച്ചു. ഇനി 2 പേരും കൂടെ ഒരുമിച്ച് വരുമ്പം 12 മിനിറ്റ് കൊണ്ട് എത്ര ലിറ്റർ ഫില്ലാവും? 16ഉം 9ഉം 25 ലിറ്റർ ഫില്ലാവും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 100 ലിറ്റർ ഫില്ലാവാൻ. 100 ലിറ്റർ ഫില്ലാവാൻ എത്ര സമയം എടുക്കുന്നല്ലേ? 25 × 4 അല്ലേ 100. അപ്പോൾ എന്ത് വരും ആൻസർ? 12 × 4 48 മിനിറ്റ് കൊണ്ടാണ് ഈ ക്യാൻ ഫില്ലാവുന്നത്. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് 48 മിനിറ്റ്. ഈ ക്വസ്റ്റ്യൻ ഡൗട്ടൊന്നും ഇല്ലല്ലോ, ഇന്നലെ ചെയ്തത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, നമ്പർ ഓഫ് പേയേഴ്സ് കണ്ടുപിടിക്കുക. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ LCM ആൻഡ് HCFിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമെന്ന്. ഓക്കെ, നമ്മൾ അന്നേരം ഒരു ഇക്വേഷനൊക്കെ ഡെറൈവ് ചെയ്ത് കാണിച്ചില്ലായിരുന്നോ? LCM = HCF × AB. ആ ഇക്വേഷനിലിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുമോ നോക്കാം. എയും ബിയും എന്താണെന്നാണ് പറഞ്ഞത്? ഫ്രാക്ഷൻ. എയും ബിയും സിംപ്ലസ്റ്റ് ഫോം ആണെന്നല്ലേ പറഞ്ഞത്? ഒരു റേഷ്യോൻ്റെ സിംപ്ലസ്റ്റ് ഫോം കോ പ്രൈം എന്ന് പറയും. അങ്ങനെയുള്ള നമ്പേഴ്സിനെ കോ പ്രൈം എന്ന് പറയും. ഓക്കെ, എന്ന് വെച്ചാൽ പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 2ഉം 10ഉം ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വെച്ച് വെട്ടാം? 2 വെച്ച് വെട്ടിക്കൂടെ? അപ്പം അങ്ങനെയുള്ള നമ്പേഴ്സ് അല്ല, 2:3 പോലുള്ള സിംപ്ലസ്റ്റ് നമ്പേഴ്സ് ആയിരിക്കും എയും ബിയും. ഓക്കെ,
ഇപ്പം ഇവിടെ LCM എത്രയാണ് പറഞ്ഞേക്കുന്നത്? 1680. HCF എത്രയാണ്? 42. A ഇൻറ്റു ബി. നമുക്ക് 42ഉം 1680 വെട്ടാമല്ലോ. 4 വെച്ച് വെട്ടിയാൽ 40 വരും. അപ്പം A ഇൻറ്റു ബി, എയുടെയും ബിയുടെയും പ്രോഡക്റ്റ് 40 വരണം. അപ്പം രണ്ട് കോപ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 40 വരണമെങ്കിൽ നമുക്ക് ആ സംഖ്യകൾ എഴുതിക്കൂടെ? ഏതൊക്കെയായിരിക്കും? 1 ഇൻറ്റു 40, 1ഉം 40ഉം ഗുണിച്ചാൽ 40 വരും. അടുത്ത ഒരു നമ്പർ 2 ഇൻറ്റു 20 എഴുതാൻ പറ്റുമോ? ഇല്ല, അത് കോപ്രൈം നമ്പേഴ്സ് അല്ല. ഇപ്പോൾ 2 ഇൻറ്റു 20 പറ്റത്തില്ല. ഇപ്പോൾ 3 ഇൻറ്റു 4 ഇൻറ്റു 10, 4 ഇൻറ്റു 10ഉം പറ്റുമോ? ഇല്ല. അടുത്ത 5 ഇൻറ്റു 8 പറ്റും അല്ലേ? 5ഉം 8ഉം. അടുത്ത ഇനി ആരാ ഉള്ളത്? 8ഉം 5ഉം ഉള്ളത്. അപ്പോൾ അത് തന്നെയല്ലേ 5ഉം 8ഉം. അപ്പോൾ നമുക്ക് ആ പേഴ്സ് കിട്ടിക്കഴിഞ്ഞ് 1ഉം 40 എന്ന് പറഞ്ഞൊരു പേര്, അതുപോലെ 5ഉം 8ഉം എന്ന് പറഞ്ഞ പേർ. അങ്ങനെ മൊത്തം ഹൗ മെനി പേഴ്സ്? എത്ര പേഴ്സ് ഉണ്ട്? 2 പേർ. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് 500 അറ്റ് ആൻ ഇൻട്രസ്റ്റ് ഓഫ് 5% പെർ ആനം ഫോർ 3 ഇയർ ആൻഡ് 4% പെർ ആനം ഫോർ 4 ഇയർ. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെയായത്? 500 രൂപയ്ക്ക് 5% 3 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ സിമ്പിളായിട്ട് എങ്ങനെ എടുക്കുന്നത്? 5% 3 വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് 15% അങ്ങ് എടുക്കും. അപ്പോൾ ഇവിടെ 4% 4 വർഷം എന്ന് പറഞ്ഞാൽ 16% അങ്ങ് എടുക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് ഇൻട്രസ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസമല്ലേ? അപ്പോൾ 16%-നും 15%-ൻ്റെ വ്യത്യാസം എത്ര? 1%. 1% ആരുടെ 1%? 500ൻ്റെ 1%. 500ൻ്റെ 1%, 10% 50 വരും, 1% 5 വരും. ഈസി അല്ലേ ഈ ക്വസ്റ്റ്യൻ? ഇത് പേനയൊന്നും എടുക്കണ്ടല്ലോ. നമുക്ക് 5 ഇൻറ്റു 3 15, 4 ഇൻറ്റു 4 16. അപ്പോൾ ഗ്യാപ്പ് വരുന്നത് 1%ആണ്. 500ൻ്റെ 1%. ഈസി ക്വസ്റ്റ്യൻ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ നമുക്ക് ബാക്കി നാളെ ചെയ്യാം. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ഓക്കെ, താങ്ക് യു.